AMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്നെ കുടുക്കിയവർ നിയമത്തിനു മുൻപിൽ വരും. ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട്. തന്നെ കുടുക്കിയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. അറസ്റ്റിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണിത്. തന്നെ കുടുക്കിയവർ നിയമത്തിനു മുൻപിൽ വരും. അന്വേഷണം നടത്തുന്നവർ കണ്ടെത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്നതിനിടെയാണ് പ്രതികരണം. തന്നെ ആരോഗ്യവോ ചേർന്ന് കുടുക്കിയതാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിനായി ബംഗളൂരുവിലടക്കം അന്വേഷണ സംഘം കൊണ്ടുപോകും. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിൽ പെറ്റീഷൻ മെമ്മോ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. 403, 406, 409, 466, 477 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ 2 കിലോ സ്വർണം തട്ടിയെടുത്തെന്നു അറസ്റ്റ് മെമ്മോയിൽ വ്യക്തമാക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കി. 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തി എന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കുവാൻ കസ്റ്റഡി അനിവാര്യമാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടി ആചാരലംഘനമാണെന്നും കൂട്ടുപ്രതികളുടെ പങ്ക് അടക്കം വ്യക്തമാകേണ്ടതുണ്ട് എന്നുമാണ് അറസ്റ്റ് റിപ്പോർട്ടിലുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷന് പങ്കെന്നും അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. സ്മാർട്ട് ക്രിയേഷന്റെ സഹായത്തോടെയാണ് സ്വർണം വേർതിരിച്ചതെന്നും SIT അറസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ ആദ്യ അറസ്റ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒക്ടോബർ 30 വരെയാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കോടതി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. തുടർന്ന് കോടതി പോറ്റിയെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. പുതിയ KPCC ലിസ്റ്റിൽ PV അൻവർ ഉണ്ടായിരുന്നുവെങ്കിൽ പൊളിച്ചേനെ. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാൻ യോഗ്യനാണ് P. സരിൻ. KPCCക്ക് വീണ്ടും ജംബോ കമ്മിറ്റി പട്ടിക പ്രഖ്യാപിച്ചു. 58 ജനറൽ സെക്രട്ടറിമാരും 13 വൈസ് പ്രസിഡന്റുമാരുമാണ് പുതിയ പട്ടികയിൽ. BJPയിൽ നിന്നും എത്തിയ സന്ദീപ് വാര്യരെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. എന്നാൽ പുതിയ KPCC പട്ടികയിൽ പ്രതികരണവുമായി CPIM നേതാവ് P. സരിൻ രംഗത്തെത്തി. പുതിയ KPCC ലിസ്റ്റിൽ ഒരാളുകൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ പൊളിച്ചേനെ. PV അൻവർ എന്തുകൊണ്ടും ഈ ലിസ്റ്റിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ തന്നെ ഉൾപ്പെടുത്തുവാൻ യോഗ്യനാണ് എന്നാണ് സരിൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. KPCC ഭാരവാഹികളുടെ പേരുവിവരങ്ങൾ ഓർത്തുവെക്കുവാൻ പാർട്ടിക്ക് കഴിയില്ല. അവരവരുടെ സ്ഥാനമാനങ്ങൾ അവരവർ തന്നെ ഓർത്തുവെക്കേണ്ടതാണ്. പരസ്പരം മാറിപ്പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ എന്നായിരുന്നു സരിന്റെ മറ്റൊരു പോസ്റ്റ്. മകരന്ദ് ദേശ്പാണ്ഡെ വവ്വാലിലേക്ക്. അഭിമന്യു സിംഗിന് ശേഷം മറ്റൊരു ബോളിവുഡ് താരം കൂടി. ഷമോൻ ബി പരേലിൽ സംവിധാനം ചെയ്യുന്ന വവ്വാൽ സിനിമയുടെ പുതിയ അപ്ഡേഷൻ പുറത്തുവന്നു. അഭിമന്യു സിംഗിന് ശേഷം ആദ്യമായി മകരന്ദ് ദേശ്പാണ്ഡെയും ചിത്രത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ അമീൻ, 2 കൺട്രീസ്, പുലിമുരുകൻ, വോയിസ് ഓഫ് സത്യനാഥൻ എന്നീ ചിത്രത്തിൽ ഭാവാഭിനയം കാഴ്ചവെച്ച് മകരന്ദ് മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനാണ്. അന്യഭാഷകളിൽ നിറസാന്നിധ്യമായ അദ്ദേഹം വവ്വാലിൽ ഞെട്ടിക്കുന്ന ഷെയ്ഡുകളിലാണ് എത്തുന്നത്. ഓൺ ഡിമാൻഡ്സിന്റെ ബാനറിൽ ഷമോൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമായ വവ്വാലിന്റെ മറ്റ് കഥാപാത്രങ്ങളുടെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. ഏറെ ശ്രദ്ധ നേടിയ കെങ്കേമം എന്ന ചിത്രത്തിന് ശേഷം ഷമോൻ ഒരുക്കുന്ന വവ്വാൽ ഏറെ ദുരൂഹതകൾ ഉയർത്തുന്ന ഒരു ചിത്രമായിരിക്കും എന്ന സൂചന ടൈറ്റിൽ നൽകുന്നുണ്ട്. മനോജ് MJ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ജോസഫ് നെല്ലിക്കലാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുവാൻ സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിൽ മഴ കനക്കുവാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകുവാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്.
യുക്രൈൻ യുദ്ധം വീണ്ടും ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഫോണിൽ ചർച്ച നടത്തി നേതാക്കൾ. യുക്രൈൻ യുദ്ധത്തിൽ വീണ്ടും ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ വൈകാതെ ചർച്ച നടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം ഇന്ന് വൈറ്റ് ഹൌസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. വ്ളാദിമിർ സെലൻസ്കിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായാണ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഡൊണാൾഡ് ട്രംപ് 2 മണിക്കൂറോളം ഫോണിൽ ചർച്ച നടത്തിയത്. യുക്രൈൻ വിഷയത്തിൽ അലാസ്കയിലെ ആങ്കറേജിൽ ഓഗസ്റ്റ് 15-ന് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇതാദ്യമായാണ് ഇരുവരും തമ്മിലെ സംസാരം. ഗസയിൽ വെടിനിർത്താനായത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് ട്രംപിന്റെ പ്രതികരണം. 2 ആഴ്ചയ്ക്കുള്ളിൽ താനും പുടിനുമായ ഹംഗറി തലസ്ഥാനം ബുഡാപെസ്റ്റിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. യുക്രൈന് കൂടുതൽ സൈനിക സഹായം ആവശ്യപ്പെട്ടാണ് ഇന്ന് സെലൻസ്കി ട്രംപിനെ കാണുന്നത്. റഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെക്കുന്നതിന് അമേരിക്കൻ നിർമ്മിത ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾ സെലൻസ്കി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ടോമോഹോക്ക് മിസൈലുകൾ യുക്രൈന് നൽകുന്ന കാര്യം പരിഗണിച്ചേക്കുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ടോമോഹോക്ക് മിസൈലുകളെ പറ്റിയുള്ള സംഭാഷണമാണ് റഷ്യയെ ചർച്ചകളിലേക്ക് മടങ്ങുവാൻ പ്രേരിപ്പിച്ചതെന്ന് സെലൻസ്കി പറഞ്ഞു. വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിൽ. ദീപാവലി വാരാന്ത്യത്തിൽ ഡൽഹി വായു മലിനീകരണത്തിലേക്ക്. തിങ്കളാഴ്ച ദീപാവലി ആഘോഷിക്കുന്നതിനാൽ വരാനിരിക്കുന്ന ദീപാവലി വാരാന്ത്യത്തിനായി ദേശീയ തലസ്ഥാനമൊരുങ്ങുമ്പോൾ ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക AQI വളരെ മോശം വിഭാഗത്തിൽ തന്നെ തുടർന്നു. പലയിടത്തും വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിൽ. ഇതിനോടകം GRAP 1 പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് രാവിലെ 8 മണിക്ക് AQI 367 കാണപ്പെട്ടു. AQI റീഡിംഗിനെ നല്ലത്, തൃപ്തികരമായത്, മിതമായ മലിനീകരണം, മോശം, വളരെ മോശം, ഗുരുതരമായത് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. പ്രണവ് മോഹൻലാൽ ചിത്രം DS ഇറെ സെൻസറിംഗ് പൂർത്തിയായി. ഒക്ടോബർ 31-ന് തിയേറ്ററുകളിലേക്ക്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോഡ് സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രം DS ഇറയുടെ സെൻസറിംഗ് പൂർത്തിയായി. സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രം ഒക്ടോബർ 31-ന് ആഗോള റിലീസായെത്തും. സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ രചിച്ച ഈ ഹൊറർ ത്രില്ലർ ചിത്രം നിർമ്മിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര, S ശശികാന്ത് എന്നിവർ ചേർന്നാണ്. ചിത്രത്തിന്റെ ട്രെയിലർ നേരത്തെ പുറത്തുവരികയും മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ക്രോധത്തിന്റെ ദിനം എന്ന് അർത്ഥം വരുന്ന ദ ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈൻ. വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം രാഹുൽ സദാശിവൻ, നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രമാണ് DS ഇറെ. ആദ്യാവസാനം മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന വമ്പൻ സാങ്കേതിക നിലവാരത്തിൽ ഒരുക്കിയ ചിത്രമാണ് ഇതെന്ന പ്രതീതിയാണ് ചിത്രത്തിന്റെ ആദ്യം പുറത്തുവന്ന ടീസറും പിന്നാലെ വന്ന ട്രെയിലറും സമ്മാനിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.